ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മൾ ഈ അടുത്തിടെ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആരോഗ്യക്ഷേമ പദ്ധതികൾ നന്നായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ LP-UP എക്സാമിനാണെങ്കിലും ഇനി വരുന്ന LDC എക്സാമിനാണെങ്കിലും ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചു പോകുന്നതിലൂടെ നമുക്ക് 1-2 മാർക്കുകൾ വാങ്ങാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മേഖലകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറിൻ്റെ മേഖലകളാണ് നമ്മൾ ഇന്ന് നോക്കി പോകുന്നത്. അപ്പോൾ ആരോഗ്യക്ഷേമ പദ്ധതികളാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, വിവിധ തരം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് സഹായധനം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്നാണ് മാതൃജ്യോതി. വിവിധ തരം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് സഹായധനം നൽകുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? മാതൃജ്യോതി. കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവർക്കും ആശ്രിതർക്കും പരിക്കുപറ്റിയവർക്കുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? അത് ജീവനമാണ് കേട്ടോ. ജീവനമാണ് കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവർക്കും ആശ്രിതർക്കും പരിക്കുപറ്റിയവർക്കുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി ആണ് ജീവനം. അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹത്തിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ്? അത് അതിജീവികയാണ്. സമൂഹത്തിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അതിജീവിക. അടുത്ത ക്വസ്റ്റ്യൻ, അവിവാഹിതരായിട്ടുള്ള അമ്മമാർ, വിവാഹമോചിതരായ സ്ത്രീകൾ, വിധവകൾ എന്നീ പിന്നാക്കാവസ്ഥയിലുള്ള വനിതകൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ഏതാണെന്നാണ്? അത് ശരണ്യ. അവിവാഹിതരായ അമ്മമാർ, വിവാഹമോചിതരായ സ്ത്രീകൾ, വിധവകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അടുത്തത്, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ്? അത് സ്പെക്ട്രമാണ്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. അടുത്തത്, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? വയോ അമൃതമാണ്. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. അടുത്ത ക്വസ്റ്റ്യൻ, കുഷ്ഠരോഗ വ്യാപനം തടയുന്നതിനായിട്ടുള്ള ആരോഗ്യ വകുപ്പിൻ്റെ കുഷ്ഠരോഗ നിർണയ ഗൃഹ സന്ദർശന പരിപാടിക്ക് നൽകിയ പേരെന്താണെന്നാണ്? അശ്വമേധമാണ് കേട്ടോ. കുഷ്ഠരോഗ വ്യാപനം തടയുന്നതിനായിട്ടുള്ള ആരോഗ്യ വകുപ്പിൻ്റെ കുഷ്ഠരോഗ നിർണയ ഗൃഹ സന്ദർശന പരിപാടിക്ക് നൽകിയിട്ടുള്ള പേര് എന്താണെന്നാണ്? അത് അശ്വമേധമാണ്. അടുത്തത്, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്താണെന്നാണ്? അത് മൃതസഞ്ജീവനിയാണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര് മൃതസഞ്ജീവനി. അടുത്തത്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതി ഏതാണെന്നാണ്? അത് കൈവല്യാണ് കേട്ടോ. കൈവല്യാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. പല്ലുകൾ കൊഴിഞ്ഞുപോയ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായി വെച്ച് പിടിപ്പിക്കാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മന്ദഹാസമാണ്. പല്ലുകൾ കൊഴിഞ്ഞുപോയ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായി വെച്ച് പിടിപ്പിക്കാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മന്ദഹാസമാണ്. അടുത്തത്, അമ്മയോ അച്ഛനോ മരിച്ചുപോയ കുട്ടികൾക്കും സംരക്ഷിക്കുവാൻ ആളില്ലാത്തവർക്കും മാസം നിശ്ചിത തുക നൽകാനായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്നാണ്? അത് സ്നേഹപൂർവം. പ്രമേഹബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് മികച്ച ചികിത്സ നൽകാനായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മിഠായി ആണ് കേട്ടോ. അടുത്തിടെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്രമേഹബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായിട്ട് മികച്ച ചികിത്സ നൽകാനായി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മിഠായിയാണ്. അടുത്തത്,
റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായിട്ട് സംസ്ഥാനമൊട്ടാകെ കേരള സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ ആംബുലൻസ് ശൃംഖല കനിവ് 108 റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാനമൊട്ടാകെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ ആംബുലൻസ് ശൃംഖല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായി ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്നാണ്. അത് വയോമധുരമാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പ്രമേഹ രോഗികൾക്ക് വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് വയോമധുരമാണ് കേട്ടോ, വയോമധുരം. അടുത്തത് കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്നാണ്. അത് കൗമാരസ്ഥൗല്യമാണ്. കൗമാരക്കാരായിട്ടുള്ള സ്കൂൾ കുട്ടികളെ ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ചൂഷണത്തിന് വിധേയമായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകൾക്ക് പ്രതിമാസം ധനസഹായം ലഭ്യമാക്കി അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? സ്നേഹസ്പർശമാണ്. സ്നേഹസ്പർശം ചോദിച്ചിട്ടുണ്ട്. ചൂഷണത്തിന് വിധേയരായിട്ട് അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം ലഭ്യമാക്കി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ സ്നേഹസ്പർശമാണ്. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സക്കായി ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതി താലോലമാണ്. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സക്കായി ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണെന്നാണ്. അത് താലോലമാണ്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് സ്നേഹസാന്ത്വനമാണ്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻസ് ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. കിടപ്പിലായ രോഗികളുടെ വീട്ടിലെത്തി അവരെ പരിചരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ചികിത്സാ പദ്ധതി ഏതാണ്? സാന്ത്വന പരിചരണമാണ്. കിടപ്പിലായ രോഗികളുടെ വീട്ടിലെത്തി അവരെ പരിചരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ചികിത്സാ പദ്ധതി സാന്ത്വന പരിചരണം. അടുത്ത ക്വസ്റ്റ്യൻ, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും പ്രതിമാസ പെൻഷൻ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ആശ്വാസകിരണാണ്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരൺ. ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുർദളം? എയ്ഡ്സ് ആണ്. ഏത് രോഗവുമായി ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുർദളം? എയ്ഡ്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബത്തിൽപ്പെട്ട രോഗികൾക്ക് പ്രതിമാസം ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണെന്നാണ്. അത് സമാശ്വാസമാണ്. വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL കുടുംബത്തിൽപ്പെട്ട രോഗികൾക്ക് പ്രതിമാസം ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അമ്മ തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് അമ്മ തൊട്ടിലാണ്. അടുത്തത്, ശിശുക്കളിലെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് തുടർ ചികിത്സ ലഭ്യമാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജാതക് സേവയാണ്. ശിശുക്കളിലെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് തുടർ ചികിത്സ ലഭ്യമാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ജാതക് സേവ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്കായിട്ട് ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്കായിട്ട് ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതിയാണ് സുകൃതം.
സർക്കാർ ആശുപത്രികളിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹൃദ ആശുപത്രികൾ സൃഷ്ടിക്കുന്നതിനായി നവകേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം. ആർദ്രം എന്ന പദ്ധതി സർക്കാർ ആശുപത്രിയിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ പദ്ധതികൾ ആശുപത്രികൾ സൃഷ്ടിക്കുന്നതിനായി നവകേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ്. കലാലയം ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആണ്. ഏതാണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഫസ്റ്റ് ക്ലീൻ ക്യാമ്പസ് എന്നാണ് കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പം ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്, ക്ലീൻ ആണ് ഫസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് സുഹൃതം എന്നീ സർക്കാർ പദ്ധതികളുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന മലയാള ചലച്ചിത്ര താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിയാണ്. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേരെന്താണ്? ബാലമുകുളം എന്നാണ്. ബാലമുകുളം എന്നാണ് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള സ്കൂൾ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേര്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി 2015 കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ. ഏതാണ്? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി 2015 കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ. അടുത്തത്, മുനിസിപ്പാലിറ്റി പരിധിയിലെ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സ്. മുനിസിപ്പാലിറ്റി പരിധിയിലെ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സ്. പ്രമേഹ ജന്യമായിട്ടുള്ള നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി ഓർണേറ്റ് ഇന്ത്യ UK സഹായത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? നയനാമൃതം. പ്രമേഹജന്യമായിട്ടുള്ള നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായിട്ട് ഓർണേറ്റ് ഇന്ത്യ UK സഹായത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ നയനാമൃതമാണ്. അടുത്തത്, അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷദായകരവുമായിട്ടുള്ള ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ്? സനാഥ ബാല്യമാണ്. സനാഥ ബാല്യം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷദായകരവുമായിട്ടുള്ള ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സനാഥ ബാല്യം. കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി എന്തിനെതിരെയുള്ളതാണ്? ലഹരി ഉപയോഗം. കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി എന്തിനെതിരെയുള്ളതാണ്? ലഹരി ഉപയോഗം. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സർക്കാർ ഏർപ്പെടുത്തിയ സമഗ്ര ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. 18 വയസ്സ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തടയുന്നതിൻ്റെ ഭാഗമായി കേരള ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച നൂതന പദ്ധതി ഏതാണ്? തൂവാല വിപ്ലവം. തൂവാല വിപ്ലവമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തടയുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച നൂതന പദ്ധതി. അപ്പം തൂവാല വിപ്ലവം. ഇപ്പോൾ വായുവിലൂടെ പകരുന്നതാണ്. തൂവാല കൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തൂവാല ഒരു കയ്യിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വായുവിലൂടെ പകരുന്ന മിക്ക രോഗങ്ങളും നമുക്ക് മറ്റുള്ളവരിലേക്ക് പടരുന്നത് നമുക്ക് ഒരുവിധം ഒക്കെ തടയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇനി ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായിട്ട് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനം ഏതാണ്? കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയാണ്. കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം
ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതി. ബാലവേല, ബാലഭിക്ഷാടനം, തെരുവ് ബാല്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ് ശരണബാല്യം. ബാലവേല, ബാലഭിക്ഷാടനം, തെരുവ് ബാല്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ശരണബാല്യമാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിത ശൈലിയിൽ ആരോഗ്യപരമായ മാറ്റം കൊണ്ടുവരാനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ലീപ്പാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിത ശൈലിയിൽ ആരോഗ്യപരമായ മാറ്റം കൊണ്ടുവരാനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ലീപ്പ്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായി വിഭാവനം ചെയ്യപ്പെട്ട സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? നിരാമയ ഇൻഷുറൻസ്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവയുള്ളവരെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായി വിഭാവനം ചെയ്യപ്പെട്ട സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണെന്നാണ്? നിരാമയ ഇൻഷുറൻസ് ആണ്. കേരള ആരോഗ്യ വകുപ്പിൻ്റെ ഔദ്യോഗിക മാസിക ഏതാണ്? സുസ്ഥിതിയാണ്. കേരള ആരോഗ്യ വകുപ്പിൻ്റെ ഔദ്യോഗിക മാസികയാണ് സുസ്ഥിതി. കേരള സർക്കാർ നടത്തിപ്പിൽ വരുത്തിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസികാരോഗ്യ കേരള സർക്കാർ നടപ്പിൽ വരുത്തിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതി ഏതാണ്? അമ്മ മനസ്സ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി പോഷൺ അഭിയാന്റെ ഭാഗമായി സംസ്ഥാന ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സമ്പുഷ്ട കേരളം. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി പോഷൺ അഭിയാന്റെ ഭാഗമായി സംസ്ഥാന ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. സംസ്ഥാനത്തെ ജന്മനാ ബധിരരും മൂകരുമായിട്ടുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ ശേഷിയും സംസാരശേഷിയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗമാണ് സംസ്ഥാന ജന്മനാ ബധിരരും മൂകരുമായിട്ടുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ ശേഷിയും സംസാരശേഷിയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. മൃതസഞ്ജീവനി, ശുഭയാത്ര എന്നീ സർക്കാർ പദ്ധതികളിലൂടെ അംബാസിഡർ ആയിട്ടുള്ള മലയാള ചലച്ചിത്ര താരമാണ് മോഹൻലാൽ. മൃതസഞ്ജീവനി, ശുഭയാത്ര എന്നീ സർക്കാർ പദ്ധതികളുടെ അംബാസിഡർ ആയിട്ടുള്ള മലയാള ചലച്ചിത്ര താരമാണ് മോഹൻലാൽ. പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും വേണ്ടി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതിദിനം പ്രതിരോധം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ കർമ്മ പരിപാടി ഏതാണ്? ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും വേണ്ടി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതിദിനം പ്രതിരോധം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ കർമ്മ പരിപാടിയാണ് ആരോഗ്യ ജാഗ്രത. കുട്ടികളുടെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായി അനുയാത്രാ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കാതോരമാണ്. കുട്ടികളിലെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായിട്ട് അനുയാത്രാ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് കാതോരം. കേരളത്തെ പരിമിത സൗഹൃദ സംസ്ഥാനം ആക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനം ആക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനുയാത്രയാണ്. റീജിയണൽ ക്യാൻസർ സെൻ്ററുകളുമായിട്ടും ആരോഗ്യ വകുപ്പുമായിട്ടും സഹകരിച്ചുകൊണ്ട് അർബുദ രോഗ നിർണയ സ്കാനിങ്ങിനും ക്യാൻസർ ബോധവൽക്കരണവും നടത്തുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സ്വസ്ഥ്യം. സ്വസ്ഥ്യമാണ് റീജിയണൽ ക്യാൻസർ സെൻ്ററുമായിട്ടും ആരോഗ്യ വകുപ്പുമായും സഹകരിച്ചുകൊണ്ട് അർബുദ രോഗ നിർണയ സ്ക്രീനിങ്ങിനും ക്യാൻസർ ബോധവൽക്കരണത്തിനും നടക്കുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സ്വസ്ഥ്യം. കോവിഡ് രോഗവിമുക്തരായവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പുനർജനി. കോവിഡ് രോഗവിമുക്തരായവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പുനർജനി.
ആയുർവേദ മരുന്നുകളുടെ ഉപയോഗത്തിലൂടെയും വ്യായാമത്തിലൂടെയും മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താനായി ഭാരതീയ ചികിത്സാ വകുപ്പും ആയുഷും ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് സ്വാസ്ഥ്യം. ഗർഭിണികൾക്ക് പരിചരണത്തിനും പ്രസവാനന്തരം ശുശ്രൂഷയ്ക്കും നവജാത ശിശു പരിചരണത്തിനുമായി ആയുഷ് വകുപ്പ് 2018 ആരംഭിച്ച പദ്ധതി ഏതാണ്? രാരീരം. രാരീരം എന്ന പദ്ധതിയാണ് ഗർഭിണികൾക്ക് പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും നവജാത ശിശു പരിചരണത്തിനുമായിട്ട് ആയുഷ് വകുപ്പ് 2018 ആരംഭിച്ച പദ്ധതിയാണ് രാരീരം. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തിയവർക്ക് കേടുവന്ന ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ധ്വനിയാണ്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തിയവർക്ക് കേടുവന്ന ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ധ്വനിയാണ്. ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നവജാത ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ നേതൃത്വത്തിൽ 2005 ഏപ്രിൽ 12 ആരംഭിച്ച പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ജനനി സുരക്ഷാ യോജനയാണ് ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നവജാത ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ നേതൃത്വത്തിൽ 2005 ഏപ്രിൽ 12 ആരംഭിച്ച പദ്ധതി. ജനന സമയത്ത് തന്നെ ഹൃദയരോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഹൃദ്യമാണ്. ജനന സമയത്ത് തന്നെ ഹൃദയരോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും നിയമസഹായവും കൗൺസിലിംഗും നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമികയാണ്. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും നിയമസഹായവും കൗൺസിലിംഗും നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമിക. എല്ലാ പൊതുമേഖലാ ആശുപത്രിയിലും മിനിമം നിലവാരമുള്ള സേവനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ അക്രഡിറ്റേഷൻ മാനദണ്ഡമനുസരിച്ച് നിലവാരം മെച്ചപ്പെടുത്താൻ ആരംഭിക്കുന്ന സർക്കാർ പദ്ധതിയാണ് ക്യാഷ്. സംസ്ഥാന സർക്കാരിൻ്റെ ക്യാഷ് എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ബ്ലോക്കിലെ കുട്ടികളുടെ പോഷകാഹാര സ്ഥിതി സമയത്ത് നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ പദ്ധതി ഏതാണ്? ജാതകാണ്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ബ്ലോക്കിലെ കുട്ടികളുടെ പോഷകാഹാര സ്ഥിതി കൃത്യസമയത്ത് നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ പദ്ധതിയാണ് ജാതക്. യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ഉടനടി ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വഴികാട്ടി. വഴികാട്ടിയാണ് യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ഉടനടി ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വഴികാട്ടി. അട്ടപ്പാടിയിൽ സുരക്ഷിത മാതൃത്വവും ആരോഗ്യവതിയായിട്ടുള്ള കുട്ടിയും ഉറപ്പാക്കാനായിട്ട് ഗർഭിണികളുടെ ആരോഗ്യനില അറിയാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ജനനി. അട്ടപ്പാടിയിൽ സുരക്ഷിത മാതൃത്വവും ആരോഗ്യവതിയായിട്ടുള്ള കുട്ടിയും ഉറപ്പാക്കാനും ഗർഭിണികളുടെ ആരോഗ്യനില അറിയാനുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ജനനി. ഉപയോഗശൂന്യമായ മരുന്നുകൾ ശാസ്ത്രീയമായി നശിപ്പിക്കുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോളർ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് പ്രൗഡ്. ഉപയോഗശൂന്യമായ മരുന്നുകൾ ശാസ്ത്രീയമായി നശിപ്പിക്കുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി പ്രൗഡ്, പ്രോഗ്രാം ഓൺ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. നാഷണൽ ഹെൽത്ത് മിഷൻ, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം എന്നിവരുടെ സംയുക്ത സംരംഭമായിട്ട് ആരംഭിച്ച ഹെലി ഹെൽപ്പ് ലൈൻ സർവീസാണ് ദിശ. നാഷണൽ ഹെൽപ്പ് മിഷൻ, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം എന്നിവയുടെ സംയുക്ത സംരംഭമായി ആരംഭിച്ച ടെലി ഹെൽപ്പ് ലൈൻ സർവീസാണ് ദിശ. ടെലിഫോൺ വഴി സഹായഹസ്തമൊരുക്കുന്ന ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിൻസ് കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളിലെ ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളുടെ പേരെന്ത്? ഉഷസ്.
ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിന് കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളിലെ ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളുടെ പേര് ഉഷസ്. എല്ലാ കുട്ടികൾക്കും സമ്പൂർണ്ണ പ്രതിരോധ പരിരക്ഷ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. മിഷൻ ഇന്ദ്രധനുഷാണ് എല്ലാ കുട്ടികൾക്കും സമ്പൂർണ്ണ പ്രതിരോധ പരിരക്ഷ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. മിഷൻ ഇന്ദ്രധനുസ് പദ്ധതി നിലവിൽ വന്ന വർഷം 2014. മിഷൻ ഇന്ദ്രധനുസ് പദ്ധതി നിലവിൽ വന്ന വർഷം 2014. കുട്ടികളുടെ കാഴ്ചാ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി മിഴിയാണ്. കുട്ടികളുടെ കാഴ്ചാ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഴി. ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയുമായി ഭാഗമായി നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആശ. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ആശ എന്ന പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. മരുന്നുകൾ വാങ്ങുക, സൂക്ഷിക്കുക, വിതരണം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് 2007 രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനം ഏതാണ്? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. മരുന്നുകൾ വാങ്ങുക, സൂക്ഷിക്കുക, വിതരണം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് 2007 രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ. കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരള നടപ്പിലാക്കിയ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ചിസ് ആണ്. കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരള നടപ്പിലാക്കിയിട്ടുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ്. ചിസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തെ ഇൻഷുറൻസ് പദ്ധതിയുടെ പൂർണ്ണരൂപം കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ചിസ് പദ്ധതിയിലെ അംഗങ്ങൾ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്ക സംബന്ധമായ രോഗങ്ങൾ, കരൾ, തലച്ചോറ് എന്നിവയെ ബാധിപ്പിക്കുന്ന അസുഖങ്ങൾ തുടങ്ങിയ തീവ്രപരിചരണത്തിന് വേണ്ടി വരുന്ന സന്ദർഭങ്ങളിലേക്കുള്ള പ്രത്യേക ചികിത്സാ പദ്ധതി ഏതാണ്? ചിസ് പ്ലസ് ആണ്. കേരളത്തിലെ നഗരചേരിക്കുള്ളിലെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ്. ആരോഗ്യവകുപ്പിൻ്റെ ഉഷസ് പദ്ധതിയുടെ പൂർണ്ണരൂപം അർബൻ സ്ലം ഹെൽത്ത് അപ്ലിഫ്റ്റ്മെൻറ്റ് സ്കീം. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ഹീമോഫീലിയ തുടങ്ങിയ അസുഖങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കാനായി ലോട്ടറിയിലൂടെ പണം കണ്ടെത്തി നടപ്പിലാക്കുന്ന പദ്ധതി ഏതായിരുന്നു? കാരുണ്യ ബെനവലന്റ് ഫണ്ടിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്ന വർഷം 2012. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2008. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008. ആക്രമണത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രത്തിൻ്റെ പേരെന്താണ്? സ്നേഹിത. വളർച്ചാ വൈകല്യമുള്ള കുട്ടികൾക്കായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതി ഏതാണ്? സ്നേഹധാര. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സക്കും കൗൺസിലിങ്ങും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സീതാലയം. വിദ്യാർത്ഥിനികളുടെ ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം കൗമാരകാലത്ത് കാണുന്ന പെരുമാറ്റ വൈകല്യങ്ങളെ ചികിത്സയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഇല്ലാതാക്കാൻ ഹോമിയോ വകുപ്പ് 2012-13 നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? സദ്ഗമയ അഡോളസൻ്റ് ഹെൽത്ത് കെയർ പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണികൾക്കും 1 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കും ആവശ്യമായ ചികിത്സാ ചെലവ്, സൗജന്യ യാത്ര, ആശുപത്രിയിൽ സൗജന്യ ഭക്ഷണം എന്നിവ ലഭ്യമാക്കാനായി 2012 മുതൽ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? അമ്മയും കുഞ്ഞും. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സന്നദ്ധ സംഘടനകൾ വഴി പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രതീക്ഷ. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മാതൃയാനം. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണം നടപ്പിലാക്കി പഠന നിലവാരം ഉയർത്തുവാനായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഋതുവാണ്. വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? യെല്ലോ ലൈനാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ടിട്ടുള്ള പദ്ധതികൾ.
നിർബന്ധമായിട്ടും പഠിക്കേണ്ടവയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ.